شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നമുക്ക് നൽകിക്കഴിഞ്ഞാൽ മീസാനിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നരകത്തിന് മുകളിൽ ഒരു പാലം സിറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹുവ ജിസ്റുൻ മൻസൂബുൻ അലാ ജഹന്നം. സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പാലമാണ്. ഈ പാലം മുറിച്ച് കടക്കാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഈ പാലത്തിനപ്പുറമാണ് സ്വർഗമുള്ളത്, എന്നാൽ ഇതിൻ്റെ താഴെയാണ് നരകമുള്ളത്. ഇബ്നു തൈമിയ്യത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫലാ ബുദ്ദ മിനൽ മുറൂരി അലൈഹി ലികുല്ലി മൻ യദ്ഖുലുൽ ജന്ന. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ഈ പാലം മുറിച്ചു കടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതില്ല എന്നും ഇതിൽ വിശ്വസിക്കാതെ ഇതിനെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ ധാരാളം ഹദീസുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവർ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. കാരണം വിശ്വാസകാര്യങ്ങളിൽ അഞ്ചാമത്തതാണ് അൽ ഈമാനു ബിൽ ബഅസ്, അന്ത്യനാളിലുള്ള വിശ്വാസം. ആ വിശ്വാസങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നരകത്തിന് മുകളിൽ അള്ളാഹു സ്ഥാപിക്കുന്ന സിറാത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ആദ്യമായിക്കൊണ്ട് അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിൽ പറഞ്ഞു, ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാത്വീൻ
സുമ്മ ലനഹ്ദുറന്നഹും ഹൗല ജഹന്നമ ജിസിയ. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അവരെ, ആ അവിശ്വാസികളെ നാം ഒരുമിച്ച് കൂട്ടും, അവരുടെ ശൈത്വാനുകളെയും നാം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് നരകത്തിന് ചുറ്റും മുട്ടുകുത്തിയവരായി നാം അവരെ ഹാജരാക്കും. സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശീഅത്തിൻ അന്നഹും അശദ്ദു അലർ റഹ്മാനി ഇതിയ. പിന്നീട് അവരിൽ നിന്നും, അഥവാ ഓരോ സമുദായത്തിലെയും ഏറ്റവും മോശപ്പെട്ട ആളുകളെ നയിച്ചു കൊണ്ടുപോയിരുന്ന തിന്മകളിലേക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും ആളുകളെ നയിച്ചു കൊണ്ടുപോയിരുന്ന നേതാക്കന്മാരെ, അള്ളാഹുവിനോട് ഏറ്റവും ധിക്കാരം കാണിച്ചിരുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും ഊരിയെടുക്കും. സുമ്മ ലനഹ്നു അഅലമു ബില്ലദീന ഹും ഔലാ ബിഹാ സിലിയ. പിന്നീട് ആ നരകത്തിൽ ആരാണ് കടന്നെരിയുവാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അഥവാ അവർക്കുള്ള ശിക്ഷ നൽകും. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ആരും തന്നെ അതിലേക്ക് വരാത്തവരായിട്ടില്ല, അതിലേക്ക് വാരിദാവാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല എന്നാണ്. ഇവിടെ എന്താണ് വാരിദ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒന്ന്, വറദ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ വാരിദ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നവർ, അഥവാ നരകത്തിലേക്ക് അവിശ്വാസികൾ പ്രവേശിക്കും എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഇത് സിറാത്തിലൂടെയുള്ള നടന്നു പോകലാണ്. ഇപ്പോൾ സിറാത്തിലൂടെ നടക്കാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അത് റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. ഇതേതെങ്കിലും ഒരു അമർ ചിത്രകഥയോ അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കാൻ പറയുന്നൊരു കഥയോ അതൊന്നുമല്ല. റബ്ബിക ഹത്മൻ മഖ്ദിയ, നിന്റെ റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാണത്. അത് നടപ്പിലാവുക തന്നെ ചെയ്യും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. പിന്നീട് തഖ്വ പാലിച്ചവരെ അതിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയും വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. അക്രമികളെ മുട്ടുകുത്തിയവരായി നരകത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സിറാത്തിലൂടെ നടന്നു പോകാത്ത ഒരു മുസ്ലിമും തന്നെ ഉണ്ടാവുകയില്ല. ആരാണ് സിറാത്തിൻ്റെ മുകളിൽ ഉണ്ടാവുക? കാഫിരീങ്ങൾ സിറാത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുകയില്ല. മുസ്ലിമീങ്ങളും മുനാഫിഖീങ്ങളും മാത്രമാണ് സിറാത്തിൻ്റെ മുകളിൽ ഉണ്ടാവുക. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യഅ്ബുദു ഷൈഅൻ ഫൽയത്തബിഉഹു. പരലോകത്ത് വെച്ച് പറയുമെന്നാണ്, ഓരോരുത്തരും എന്തിനെയാണോ ആരാധിച്ചത് അവരെ പിൻപറ്റിക്കൊള്ളുക. ഫയത്ബഉ മൻ കാന യഅ്ബുദു ശംസ വയത്ബഉ മൻ കാന യഅ്ബുദുൽ ഖമറ വയത്ബഉ മൻ കാന യഅ്ബുദു ത്വവാഗീത്. അപ്പോൾ സൂര്യനെ ആരാധിച്ചവരുണ്ട്, ചന്ദ്രനെ ആരാധിച്ചവരുണ്ട്, അല്ലാഹു അല്ലാത്ത ദുർമൂർത്തികൾ ആരാധിച്ചവരുണ്ട്. അവരെല്ലാം അവരുടെ കൂടെ പോകും. വതബ്ഖാ ഹാദിഹിൽ ഉമ്മത്തു ഫീഹാ മുനാഫിഖൂൻ. അങ്ങനെ ഈ ഉമ്മത്ത് ബാക്കിയാകും, മുസ്ലിമീങ്ങൾ ബാക്കിയാകും, എന്നാൽ അവരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളും ഉണ്ടാകും. വയുദ്റബു ജിസ്റു ജഹന്നം. അതിനുശേഷം അള്ളാഹു നരകത്തിൻ്റെ മുകളിലെ പാലം വെക്കും. അപ്പോൾ ഈ സിറാത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ കാഫിരീങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കും. പിന്നീട് മുസ്ലിമീങ്ങളും മുനാഫിഖീങ്ങളും ഈ പാലത്തിൻ്റെ മുകളിലേക്കെത്തും. കപടവിശ്വാസികൾ അവർ ഈ പാലത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവർക്കൊരു വെളിച്ചമുണ്ടാകും. എന്നാൽ അവർ നടന്നു പോകുന്നതിനിടയിൽ ആ വെളിച്ചം അല്ലാഹു അണച്ചു കളയും. അവർ വിശ്വാസികളോട് വെളിച്ചം ചോദിക്കും. ആ സമയത്ത് അവർക്ക് വെളിച്ചം നൽകപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരെ കളിയാക്കും. അല്ലാഹു പറഞ്ഞു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു. മുനാഫിഖീങ്ങളും മുനാഫിഖാത്തുകളും വിശ്വാസികളോട് ചോദിക്കുന്ന സമയം, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. ദാ ഞങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞങ്ങൾക്കും നൽകുമോ? ഖീല, ആ സമയത്ത് അവരോട് പറയുമെന്നാണ്, ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ. നിങ്ങളുടെ പിറകിലേക്ക് നിങ്ങൾ നടന്ന് നിങ്ങൾ അവിടെ ഒരു പ്രകാശം ലഭിക്കുമോ എന്ന് നോക്കിക്കോളൂ എന്നവരെ കളിയാക്കുമെന്നാണ്. അപ്പോൾ കപടവിശ്വാസികൾ അങ്ങനെ പ്രകാശമില്ലാതെ നരകത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ചു പോകും. ഇനി വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? വിശ്വാസികൾ തന്നെ എല്ലാവരും ആ സിറാത്തിലൂടെ വളരെ എളുപ്പത്തിൽ കടന്നു പോകുന്നവരല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, നരകത്തിൻ്റെ അരികിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ആളുകളെ വേർതിരിക്കും. ഇപ്പം നരകം കാണാത്തവരായി, നരകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാത്തവരായി ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, അന്ന് അതിൽ നിന്ന് നമുക്കുള്ള രക്ഷ നമ്മുടെ അമലുകളാണ്. ഇവിടെ റബ്ബിനെ പേടിച്ച് 5 നേരം കൃത്യമായി നമസ്കരിച്ച് ഖുർആൻ ഓതി സൽസ്വഭാവിയായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യനാണോ പരലോകത്ത് സിറാത്തിൽ അവന് രക്ഷയുണ്ടാകും? അതല്ല റബ്ബിനെ ധിക്കരിച്ച് നിസ്കാരം പോലും കൃത്യമാക്കാതെ ഖുർആനുമായി ബന്ധമില്ലാതെ ഹറാമുകളിൽ മുഴുകി ദുനിയാവിൻ്റെ ആളായി ജീവിച്ചവനാണോ അവന് പരലോകത്ത് സിറാത്തിൽ വലിയ പ്രയാസമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅവ്വലുഹും കലംഹിൽ ബറഖ്, വിശ്വാസികളിൽ ആദ്യം അത് കടന്നു പോകുന്നവർ ഇടിമിന്നലിൻ്റെ വേഗതയിൽ സിറാത്ത് അവർ മുറിച്ചു കടക്കും. സുമ്മ കരീഹ്, പിന്നീട് കാറ്റിൻ്റെ വേഗതയിൽ സിറാത്ത് മുറിച്ചു കടക്കുന്നവരുണ്ട്. സുമ്മ കഹുദരിൽ ഫറസ്, കുതിരയുടെ വേഗത്തിൽ സിറാത്ത് മുറിച്ചു കടക്കുന്നവരുണ്ട്. സുമ്മ കറാകിബി ഫീ റഹ്ലിഹി, പിന്നീട് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, അയാൾ എത്ര വേഗതയിലുണ്ടോ അത്രയും വേഗതയിൽ സിറാത്ത് മുറിച്ച് കടക്കുന്നവൻ. സുമ്മ കശദ്ദി റജുലി സുമ്മ കമശീഹി, പിന്നീട് ഓടുന്നവൻ്റെ വേഗതയിൽ, പിന്നീട് നടക്കുന്നവൻ്റെ വേഗതയിൽ, അങ്ങനെയെല്ലാം സിറാത്ത് മുറിച്ചു കടക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആദ്യമായി ആ സിറാത്ത് മുറിച്ചു കടക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകളായിരിക്കും. പ്രവാചകൻ പറയുന്നുണ്ട്, ഫഅകൂനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി, റസൂലുകളിൽ നിന്ന് തൻ്റെ ഉമ്മത്തിനെ കൊണ്ട് ആദ്യം അത് മുറിച്ചു കടക്കുക ഞാനായിരിക്കും. മറ്റൊരു ഹദീസിൽ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഫമൻ അവ്വലുൻ നാസി ഇജാസത്തൻ, ജനങ്ങളിൽ ആദ്യം ആരായിരിക്കും സിറാത്ത് മുറിച്ചു കടക്കുക? റസൂലുള്ളാഹി പറഞ്ഞു, ഫഖറാഉൽ മുഹാജിരീൻ, അത് മുഹാജിരീങ്ങളിലെ ദരിദ്രരായ ആളുകളായിരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സിറാത്ത് മുറിച്ച് കടക്കുക ഫുഖറാക്കളായ മുഹാജിരീങ്ങളായ ആളുകളായിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ ഇല്ല റുസുൽ, അന്ന് റസൂലുകളല്ലാതെ ഒരാളും സംസാരിക്കുകയില്ല. അന്ന് സംസാരിക്കാൻ ആകെ അവസരമുണ്ടാവുക പ്രവാചകന്മാരായിരിക്കും, അവർക്കായിരിക്കും. വകലാമുർ റുസുലി യൗമഇദിൻ, അന്നേ ദിവസം പ്രവാചകന്മാർ തന്നെ സംസാരിക്കുന്നത് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അള്ളാഹുവേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മാത്രമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അന്ന് ആരും സംസാരിക്കാതിരിക്കുന്നത്? അത്രയും ഭീകരമായ രംഗങ്ങളാണ് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയാനകരമായ പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ് അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് ചിന്തിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത അത്രയും ഭീകരമായ രംഗങ്ങളാണ് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അപകടം, ഒരു വലിയ അപകടം നേരിൽ കണ്ട് ചോര വാർന്നൊലിക്കുന്ന ഒരു മനുഷ്യന് മുന്നിൽ കാണുന്ന അവസ്ഥയിൽ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ? ഒരുപക്ഷെ നമുക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ആഴ്ചകളോളം നമ്മുടെ മാനസിക നില തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഭീകരമായ രംഗങ്ങളാണ് സിറാത്തിൻ്റെ മുന്നിൽ നേരിൽ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുളഉ സിറാത്തു ബൈന ലഹ്റാനൈ ജഹന്നം, നരകത്തിൻ്റെ മുതുകിലായി സിറാത്തു പാലം സ്ഥാപിക്കപ്പെടും. അലാ ഹസക്കിൻ കഹസക്കി സഅദാൻ, സഅദാൻ ചെടിയുടെ മുള്ള് പോലെയുള്ള മുള്ളുകൾ ആ പാലത്തിനുണ്ടാകും. സഅദാൻ എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ മരുഭൂമിയിൽ വളരുന്ന ശക്തമായ മുള്ളുകളുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ മുള്ളുകൾ പോലുള്ള മുള്ളുകൾ ഈ പാലത്തിനുണ്ടായിരിക്കും. സുമ്മ യസ്തജീസുന്നാസ്, എന്നിട്ട് ജനങ്ങളോട് പറയും, ഇനി അതിലൂടെ പോയിക്കൊള്ളും. ഫനാജിൻ മുസല്ലം, കടന്നു പോകുന്ന സമയത്ത് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. വമഖ്ദൂജുൻ ബിഹി സുമ്മനാജിൻ, എന്നാൽ മുള്ളുകൾ കൊളുത്തി വലിച്ച് കാലിൽ പരിക്കുകൾ പറ്റി പിന്നീട് വളരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. വമുഹ്തബസുൻ ബിഹി വമൻകൂസുൻ ഫിഹ, എന്നാൽ അവിടെ തടയപ്പെടുന്ന ആളുകളുണ്ട്.
തലകുത്തി അതിലേക്ക് വീണു പോകുന്ന, നരകത്തിലേക്ക് വീഴുന്ന ആളുകളുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, വഫീ ജഹന്നമ കലാലീബു മിസ്ലു ഷൗക്കി സഅദാൻ, നരകത്തിൽ നിന്ന് സഅദാൻ ചെടിയുടെ മുള്ള് പോലുള്ള കൊളുത്തുകൾ സിറാത്തിലേക്ക് വരും. ഗൈറ അന്നഹു ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ്, എന്നാൽ അതിൻ്റെ വലുപ്പം എത്രയാണ്, അതിൻ്റെ ഭീകരത എന്താണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. തഖ്തഫുൻ നാസ ബിഅഅമാലിഹിം, ആളുകളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ആ കൊളുത്ത് ആളുകളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സിറാത്തു കഹദ്ദിസ് സൈഫ്, ഈ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർച്ച വാളിൻ്റെ മൂർച്ച പോലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വാളിൽ ചവിട്ടാൻ പോയിട്ട് കൈയൊന്ന് അമർത്തി വെക്കാൻ പോലും നമുക്ക് സാധിക്കുമോ? അത്രയും മൂർച്ചയുള്ള പാലത്തിലൂടെ നടന്നു പോകേണ്ട അവസ്ഥ എന്തായിരിക്കും? മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബലഗനി, എനിക്ക് എത്തിയിട്ടുണ്ട്, അന്നൽ ജിസ്റ അദഖു മിനശ്ശഅറതി വ അഹദ്ദു മിനസ്സൈഫ്, ഈ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ അത് ഒരു മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായിരിക്കും. ഒരു മുടി, ഒരു തലയുടെ മുടി അതിനേക്കാൾ നേർത്തത് എന്ന് പറഞ്ഞാൽ എത്ര വീതിയായിരിക്കും? ഒരു വാളിനേക്കാൾ മൂർച്ച എന്ന് പറഞ്ഞാൽ എത്ര മൂർച്ചയായിരിക്കും? അതാണ് സിറാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത്രയും ഭീകരതകൾ നിറഞ്ഞ കാഴ്ചകൾ കാണുമ്പോൾ ആർക്കാണ് അവിടെ സംസാരിക്കാൻ സാധിക്കുക? എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുഅ്തൽ ജിസ്റ ഫയുജഅലു ബൈന ലഹ്റൈ ജഹന്നം, പിന്നീട് സിറാത്ത് സ്ഥാപിക്കും, നരകത്തിൻ്റെ മുകളിൽ അതിൻ്റെ മുതുകിലായി സിറാത്ത് വെക്കും. മദ്ഹലത്തുൻ മസില്ലത്തുൻ, ആ സിറാത്ത് എന്ന് പറഞ്ഞാൽ കാല് ഉറച്ചു നിൽക്കാത്ത, കാലുകൾ തെന്നിപ്പോകുന്ന രൂപത്തിലാണ് അത് സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. അലൈഹി ഖത്വാതീഫു വകലാലീബ്, അതിൽ കൊളുത്തുകളുണ്ട്. നരകത്തിൽ നിന്ന് കൊളുത്തുകൾ വന്ന് താഴോട്ട് വലിച്ചിടാൻ ചില കൊളുത്തുകൾ അതിനുണ്ട്. വഹസകത്തുൻ മുഫൽതഹത്തുൻ, പരന്ന മുനകളുള്ള, പരന്ന മുള്ളുകളുള്ള ചെടി, ആ ചെടിയുടെ മുള്ളുകൾ പോലുള്ള മുള്ളുകളും അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഹത്താ യജീ അർറജുലു ഫലാ യസ്തതിഉ സൈറ ഇല്ലാ സഹ്ഫ, അങ്ങനെ ഒരു മനുഷ്യനെ സിറാത്തിലേക്ക് കൊണ്ടുവന്നാൽ അയാൾക്ക് അവിടെ ഇഴയാനല്ലാതെ നടന്നു പോകാൻ സാധിക്കുകയില്ല. അപ്പം ഇഴഞ്ഞു പോകുന്ന ആളുകൾ സിറാത്തിലുണ്ടാകും. വഫീ ഹാഫത്തൈ സിറാത്തി കലാലീബു മുഅല്ലഖത്തുൻ മഅ്മൂറത്തുൻ ബിഅഖ്ദി മൻ ഉമിറത് ബിഹി, ആ സിറാത്തിൻ്റെ രണ്ടറ്റങ്ങളിലായി കൊളുത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. അതിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, ഇന്നിന്ന ആളുകളെ വലിച്ചിടണം എന്ന് കൽപ്പിക്കപ്പെട്ട കൊളുത്തുകൾ അതിൻ്റെ രണ്ട് വശത്തും ഉണ്ടായിരിക്കും. ഫമഖ്ദൂഷുൻ നാജിൻ, അങ്ങനെ ചില ആളുകൾ ഒരൽപ്പം പ്രയാസപ്പെട്ടെങ്കിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. വമഖ്ദൂസുൻ ഫിന്നാർ, എന്നാൽ ചില ആളുകൾ നരകത്തിലേക്ക് തെന്നി വീഴുന്നവരായിരിക്കും. വല്ലദീ നഫ്സു അബീ ഹുറൈറത ബിയദിഹി, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്ന ഖഅറ ജഹന്നമ സബ്ഊന ഖരീഫ, താഴെ നരകമാണ്. ആ നരകമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം 70 വർഷത്തെ വഴിദൂരമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരതകൾ നിറഞ്ഞൊരു പാലമാണ് യഥാർത്ഥത്തിൽ സിറാത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ നമുക്ക് രക്ഷ ലഭിക്കുന്നത് നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും. നമ്മുടെ അമലുകൾക്കനുസരിച്ച് അള്ളാഹു നമുക്കവിടെ പ്രകാശം നൽകും. ആ പ്രകാശം മുഖേനയായിരിക്കും നമ്മൾ സിറാത്ത് മുറിച്ച് കടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഅ്തൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രകാശം നൽകും. ഫമിൻഹും മയ്യുഅ്താ നൂറഹു മിസ്ലൽ ജബലി ബൈന യദൈഹി, ചില ആളുകൾക്ക് അവരുടെ മുന്നിൽ ഒരു പർവ്വതം കണക്കെ പ്രകാശം അല്ലാഹു നൽകും. വമിൻഹും മയ്യുഅ്താ നൂറഹു ഫൗഖ ദാലിക്, ചില ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ പ്രകാശം അല്ലാഹു അവിടെ നൽകും. വമിൻഹും മയ്യുഅ്താ നൂറഹു മിസ്ലൻ നഖ്ലത്തി ബിയമീനിഹി, ചില ആളുകൾക്ക് അവരുടെ വലതു ഭാഗത്ത് ഒരു ഈന്തപ്പന മരത്തിൻ്റെ അത്ര വലുപ്പത്തിൽ പ്രകാശം നൽകും. വമിൻഹും മയ്യുഅ്താ നൂറഹു ദൂന ദാലിക ബിയമീനിഹി, ചില ആളുകൾക്ക് അവരുടെ വലതു ഭാഗത്ത് അതിനേക്കാൾ കുറവ് പ്രകാശം അള്ളാഹു നൽകും.
ഹത്താ യകൂന ആഖിറു മൻ യുഅ്താ നൂറഹു അലാ ഇബ്ഹാമി ഖദമിഹി. അങ്ങനെ അവരിൽ അവസാനത്തെയാൾക്ക് അയാളുടെ കാലിൻ്റെ പെരുവിരലിൻ്റെ അത്ര ഭാഗം അവിടെ അയാൾക്കൊരു പ്രകാശം നൽകും. യുദീ ഉമറത്തൻ വയുത്തുഫി ഉമറത്തൻ. അതിങ്ങനെ പ്രകാശിക്കും കെട്ടുപോകും, പ്രകാശിക്കും കെട്ടുപോകും. വഇദാ അളാഅ ഖദ്ദമ ഖദമഹു. അതിങ്ങനെ പ്രകാശിക്കുമ്പോൾ അയാളൊന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കും. വഇദാ തുഫിഅ ഖാമ. അത് നിന്നു പോയാൽ അയാൾ അവിടെ നിൽക്കും. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ സിറാത്തിലുണ്ടായിരിക്കും. ചില ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അവർ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻക ബഅദ അൻ അറാനാക ലഖദ് അഅ്താനല്ലാഹു മാ ലം യുഅ്ത അഹദ്. ഇത്രയും ഭീകരമായ രംഗങ്ങൾ കണ്ട് അവർ പറയണം, അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് അള്ളാഹുവിനെ അവർ സ്തുതിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സിറാത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അമാനത്തും, രണ്ട് കുടുംബബന്ധവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുർസലുൽ അമാനത്തു വറഹിമു. അമാനത്ത് ഉത്തരവാദിത്വവും റഹിം കുടുംബബന്ധവും സിറാത്തിൽ വെക്കും, അതിനെ സിറാത്തിലേക്ക് അയക്കും. ഫതഖൂമാനി ജനബതൈ സിറാത്തി യമീനം വശിമാല. വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായി സിറാത്തിൽ അതതിൻ്റെ രണ്ട് വശങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനതിൻ്റേതായ രൂപമുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു അതിനെ കൊണ്ടുവരും, അത് സിറാത്തിൽ വെക്കും. അമാനത്തിൻ്റെ വിഷയത്തിൽ, ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ വീഴ്ചകൾ വരുത്തിയവരെ അത് താഴോട്ട് വലിച്ചിടും. കുടുംബബന്ധത്തിൻ്റെ വിഷയത്തിൽ വീഴ്ചകൾ വരുത്തിയവരെ അത് താഴോട്ട് വലിച്ചിടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണുക. ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുടുംബം നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ജോലി നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കീഴിലുള്ളവർ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇന്നലെ ഒരു സഹോദരി ഖുതുബയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഭർത്താവ് ഉപദ്രവിച്ച് കണ്ണിലെ കണ്ണുനീർ വറ്റി ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ്. ആ രൂപത്തിൽ കുടുംബത്തെ ഉപദ്രവിക്കുന്നവർ, മക്കളെ ഉപദ്രവിക്കുന്നവർ, ജോലിയിൽ വലിയ വലിയ വീഴ്ചകൾ വരുത്തുന്നവർ, അവർക്ക് സിറാത്ത് മുറിച്ച് കടക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം മുറിച്ച് സഹോദരനുമായി ഒരു വിധത്തിലും ബന്ധം പുലർത്താതെ അതെല്ലാം മുറിച്ചുകൊണ്ട് അതിന് വിള്ളലേൽപ്പിച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് സിറാത്ത് മുറിച്ച് കടക്കുവാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ രണ്ട് വിഷയങ്ങളും വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യൗമുൽ ഖിയാമയിൽ സിറാത്ത് മുറിച്ച് കടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും വിശാലമായ പ്രകാശം നൽകുകയും അത് മുറിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്നൊരു കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഈ സിറാത്തിൽ നമുക്ക് രക്ഷ ലഭിക്കുന്ന, കാലുകൾ പതറാതെ സിറാത്തിലൂടെ നടന്നു പോകാൻ സാധിക്കുന്ന, അതിന് നമുക്ക് എളുപ്പം ലഭിക്കുന്ന ചില പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ പറഞ്ഞു, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ യതഹയ്യ ലഹു. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ അവൻ്റെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ്റെ കൂടെ പോവുകയും അത് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്താൽ അസ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. കാലുകൾ ഇടറിപ്പോകുന്ന ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാലുകൾക്ക് സ്ഥൈര്യം നൽകുന്നതാണ്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, സബ്ബത്തല്ലാഹു ഖദമഹു യൗമൽ ഖിയാമത്തി അലസ് സിറാത്ത്. പരലോകത്ത് സിറാത്തിൽ അള്ളാഹു അവൻ്റെ കാലുകളെ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. ഇപ്പം നമ്മുടെ സഹോദരൻ അവനൊരു ആവശ്യമുണ്ടായി, ഒരു സഹായത്തിന് വേണ്ടി അവൻ വിളിച്ചു. അപ്പം നമ്മുടെ ചെറിയ തിരക്കുകൾ മാറ്റിവെച്ച്
ആ സഹായത്തിന് വേണ്ടി അവൻ്റെ കൂടെ ചെന്ന് അത് പൂർത്തിയാകും വരെ നമ്മൾ അവനെ സഹായിച്ചാൽ പരലോകത്ത് സിറാത്തിൽ അള്ളാഹു നമ്മുടെ കാലുകൾ ഉറപ്പിക്കും. മറ്റൊന്ന് റസൂലുള്ളാഹി പറഞ്ഞു, വമൻ മശാ മഅ മദ്ലൂമിൻ ഹത്താ യുസ്ബിത ലഹു ഹഖ്ഖഹു. ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ ഹക്കുകൾ, അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അയാളുടെ കൂടെ ഒരാൾ ചെന്നാൽ, ഒരാൾ ആക്രമിക്കപ്പെട്ട് അയാൾ തൻ്റെ അവകാശം നേടിയെടുക്കാൻ അതിൻ്റെ കേസുമായോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുമായോ അയാൾ നടക്കുമ്പോൾ അയാളെ സഹായിച്ചാൽ സബ്ബതല്ലാഹു ഖദമൈഹി അല സിറാത്തി യൗമ തസൂലുൽ അഖ്ദാം. കാലുകൾ ഇടറിപ്പോകുന്ന ദിവസത്തിൽ സിറാത്തിൽ രണ്ട് കാലുകളും അള്ളാഹു അവൻ്റേത് ഉറപ്പിച്ച് നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയ്യിൻ. പള്ളി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള, ഭയഭക്തിയുള്ള എല്ലാവരുടെയും ഭവനമാണ്. വതകഫലല്ലാഹു ലമൻ കാനൽ മസ്ജിദു ബൈതുഹു ബിർറൂഹി വറഹ്മ. പള്ളികൾ വീടാക്കുന്നവരെ, അഥവാ പള്ളിയിൽ തൻ്റെ വീട് പോലെ എപ്പോഴും പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന, ഇബാദത്തുകൾക്ക് വേണ്ടി വരുന്ന, ദർസുകൾക്ക് വേണ്ടി വരുന്ന, അങ്ങനെ പള്ളിയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു തൻ്റെ കാരുണ്യം കൊണ്ട് ഏറ്റെടുക്കും. വൽ ജവാസി അല സിറാത്ത് ഇലാ റിദ്വാനില്ലാഹി ഇലൽ ജന്ന. അതുപോലെ സിറാത്തിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അത് മുറിച്ചു കടക്കുവാൻ അള്ളാഹു അവരെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ എല്ലാവിധ ഭയാനകതകളിൽ നിന്നും നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സിറാത്തിലൂടെ വളരെ വേഗത്തിൽ മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നൊരു കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്ത 1-2 സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു എളുപ്പം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന അവൻ്റെ നരകത്തിൽ നിന്ന് അവരെയും നമ്മളെയും അവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അവൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.